നമ്മൾ ഇന്നത്തെ ഷോർട്ട് ക്ലാസ്സിൽ നോക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവകങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ജീവകം എന്ന് പറഞ്ഞ പദം സംഭാവന ചെയ്തത് കാസിമർ ഫങ്കാണ്. ജീവകം എന്ന് പറഞ്ഞ പദം സംഭാവന ചെയ്തത്. ജീവകങ്ങൾ കണ്ടെത്തിയത് ലുനിൻ ആണ് ജീവകങ്ങൾ കണ്ടെത്തിയത്. പിന്നെ കോ എൻസൈമുകൾ എന്നാണ് ജീവകങ്ങൾ അറിയപ്പെടുന്നത്. എന്താണ് കോ എൻസൈമുകൾ? ഇങ്ങനെയാണ് ജീവകങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ജീവകങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ജീവകം എ, വൈറ്റമിൻ എയെക്കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് കണ്ടുപിടിച്ച വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. ഏതാണ്? വൈറ്റമിൻ എ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി വരുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. പാലിൽ സുലഭമായി ഉള്ള വൈറ്റമിനാണ് വൈറ്റമിൻ എ. പിന്നെ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിൻ ആണ് പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ജീവകം എയുടെ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജീവകം എയുടെ പ്രധാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ചീര, മുരിങ്ങയില, അതേപോലെ ക്യാരറ്റ്, പാൽ ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെയാണ് ജീവകം എയുടെ പ്രധാന സ്രോതസ്സുകൾ. അപ്പോൾ വൈറ്റമിൻ എ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ്? സിറോഫ്താൽമിയാണ് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം. പിന്നെ ഉണ്ടാകുന്ന എന്താണ്? നിശാന്തത ഇല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അടുത്ത നമുക്ക് നോക്കാൻ പോകുന്നത് വൈറ്റമിൻ ബി ആണ് നമുക്ക് നോക്കാനുള്ളത്. വൈറ്റമിൻ ബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയുടെ തവിടിൽ ധാരാളമായി കണ്ടുവരുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ബി. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകമാണ് വൈറ്റമിൻ ബി. പിന്നെ കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കാൻ, എനർജിയാക്കി മാറ്റാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ബി. അപ്പോൾ അരിയുടെ തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ്. പിന്നെ എന്താണ്? അമിതമായി മദ്യം ഉപയോഗിക്കുന്നവരിൽ ഔഷധമായി കൊടുക്കുന്ന വൈറ്റമിനാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റിനെ എനർജിയാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ബി. പിന്നെ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ് റൈബോഫ്ലാവിൻ. പാലിന് മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ് റൈബോഫ്ലാവിൻ എന്ന് പറഞ്ഞത് ഏതാണ്? വൈറ്റമിൻ B2 ആണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ B2 ആണ്. അപ്പോൾ പാലിന് മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ് റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B2 എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ B2 ആണ്. അപ്പോൾ പാലിന് എന്താണ്? മഞ്ഞ നിറം നൽകുന്നത് റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ B2 ആണ്. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നതും B2 തന്നെയാണ്. അടുത്തത് പാൽ കറന്നാലുടൻ കാണപ്പെടുന്ന മഞ്ഞ നിറത്തിന് കാരണമാണ് ഈ പറഞ്ഞ വൈറ്റമിൻ B2 എന്ന് പറയുന്നത്. പാൽ കറന്നാലുടൻ മഞ്ഞ നിറത്തിന് കാണപ്പെടാനുള്ള കാരണം വൈറ്റമിൻ B2 തന്നെയാണ്. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ B3. അപ്പോൾ ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B3 ആണ്. അടുത്തത് ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് B7 ആണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ഏതാണ്? B7. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B3 ആണ്. പിന്നെ അതേപോലെ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ഏതാണ്? B7 ആണ് കേട്ടോ. അപ്പോൾ അറിഞ്ഞിരിക്കുക. അടുത്തത് ജീവകം B12ൻ്റെ സ്രോതസ്സ് ഏതാണ്? മത്സ്യം, മാംസം എന്നിവയാണ് ജീവകം B12ൻ്റെ സ്രോതസ്സ് വരുന്നത്. പിന്നെ ജീവകം B12 അറിയപ്പെടുന്ന പേരാണ് സൈനോകൊബാളമീൻ. അപ്പോൾ ജീവകം B12ൻ്റെ സ്രോതസ്സ് ഏതാണ്? മത്സ്യം, മാംസം എന്നിവയാണ്. സൈനോകൊബാളമീൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ജീവകം B12 ആണ്. അടുത്ത നമുക്ക് ജീവകം സിയിലോട്ട് പോകാം. വൈറ്റമിൻ സിയിലേക്ക് നമുക്ക് നോക്കാം. ആഹാരപദാർത്ഥങ്ങൾ ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. മൂത്രത്തിലൂടെ വിസർജിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. അടുത്തത് നാരങ്ങ, ഓറഞ്ച് പോലെയുള്ള സിട്രസ് ഫ്രൂട്ടുകളിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. നാരങ്ങ, ഓറഞ്ച് പോലെയുള്ള സിട്രസ് ഫ്രൂട്ടുകളിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. പിന്നെ മുറിവ് ഉണങ്ങാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. പിന്നെ രോഗപ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ വൈറ്റമിനാണ് ഏതാണ്? വൈറ്റമിൻ
സി ആണ് കേട്ടോ. പിന്നെ മോണയിലെ രക്തസ്രാവത്തിന് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സിയുടെ അഭാവം ഉണ്ടെങ്കിലാണ് മോണയിൽ രക്തസ്രാവം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ്, ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ്, മൂത്രത്തിലൂടെ വിസർജിക്കുന്ന വൈറ്റമിൻ, ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത വൈറ്റമിനാണ്. പിന്നെ നാരങ്ങ ഓറഞ്ചിലൊക്കെ കാണപ്പെടുന്ന വൈറ്റമിനാണ്. പിന്നെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിനാണ്, ഇമ്മ്യൂണിറ്റിയെ സഹായിക്കുന്ന വൈറ്റമിനാണ്. പിന്നെ മോണയിലൂടെയുള്ള രക്തസ്രാവത്തിന് കുറവുണ്ടെങ്കിൽ കാരണമാകും. അതായത് വൈറ്റമിൻ സി കുറവാണെങ്കിൽ മോണയിലൂടെ രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ എന്താണ്, ചൂടാകുമ്പോഴത്തേക്ക് നഷ്ടപ്പെടുന്ന വൈറ്റമിൻ അല്ലേ. പിന്നെ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വൈറ്റമിൻ, പിന്നെ നാരങ്ങ ഓറഞ്ചിലൊക്കെയുള്ള വൈറ്റമിൻ, പിന്നെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നു, ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കുന്നു, പിന്നെ മോണയിലെ രക്തസ്രാവത്തിന് കാരണമായ വൈറ്റമിൻ. അപ്പോൾ വൈറ്റമിൻ സിയുടെ പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ വൈറ്റമിൻ സിയുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലിൽ കാണപ്പെടാത്ത വൈറ്റമിൻ, പാലിലില്ലാത്ത വൈറ്റമിനാണ് വൈറ്റമിൻ സി. ജലദോഷത്തിന് ഔഷധമായി ഉപയോഗിക്കുന്നു, ജലദോഷത്തിന് ഔഷധമായി ഉപയോഗിക്കുന്ന വൈറ്റമിൻ, ഇതെല്ലാം വൈറ്റമിൻ സി ആണ്. അപ്പോൾ പാലിൽ കാണപ്പെടാത്ത വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സി ആണ്. ജലദോഷത്തിന് കാരണം ഇല്ലെങ്കിൽ ജലദോഷത്തിന് ഔഷധമായി ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സി ആണ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വൈറ്റമിൻ ഡിയുടെ ഫാക്റ്റുകളാണ്. വൈറ്റമിൻ ഡി ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഇതൊരു സമ്പൂർണ്ണമായൊരു ഫാക്റ്റ് അല്ലെങ്കിലും ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ലഭിക്കാത്ത ഒരു വൈറ്റമിൻ എന്നുള്ള രീതിയിൽ വൈറ്റമിൻ ഡി നോക്കാം. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. കാൽസ്യത്തിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. പിന്നെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് കാരണമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. പിന്നെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. എന്താണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു? ഇതാണ് വൈറ്റമിൻ ഡി. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടാത്ത വൈറ്റമിനാണെന്ത്? വൈറ്റമിൻ ഡി. പിന്നെ സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്നു, കാൽസ്യത്തിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്ന, എല്ലിൻ്റെയും പല്ലിൻ്റെ ആരോഗ്യത്തിന് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ്. ഇത്രയാണ് വൈറ്റമിൻ ഡിയുടെ പ്രധാന ഫാക്ടർ. മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വൈറ്റമിൻ ഡി ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി ഇയും കെയും കൂടിയാണ് നമുക്കുള്ളത്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ മത്സ്യ എണ്ണയിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ സ്രോതസ്സുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, അതേപോലെ മീനെണ്ണ, ഇതൊക്കെയാണ് മെയിൻ സ്രോതസ്സുകൾ. അപ്പോൾ ഏതൊക്കെയാണ്? മത്സ്യ എണ്ണയിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. പിന്നെ പാല്, മത്സ്യം, മീനെണ്ണയിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നു നമ്മുടെ വൈറ്റമിൻ ഡി. അപ്പോൾ നമുക്കിനി വൈറ്റമിൻ ഇയുടെ കാര്യങ്ങൾ നോക്കാം. വൈറ്റമിൻ ജീവകം ഇ ഒരു നിരോക്സികാരിയായിട്ടുള്ള ജീവകമാണ്. നിരോക്സികാരിയായ ജീവകമാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. പിന്നെ ഹോർമോണായി കാണപ്പെടുന്ന വൈറ്റമിനാണ്, കണക്കാക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. പ്രത്യുൽപാദന വ്യവസ്ഥ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. പ്രത്യുൽപാദന വ്യവസ്ഥയെ സഹായിക്കുന്ന വൈറ്റമിൻ. അപ്പോൾ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ധ്യത ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വൈറ്റമിൻ ഏതാണ്? അങ്ങനെ ആ രീതിക്ക് ചോദിക്കും. അപ്പോൾ ഇതാണ് വൈറ്റമിൻ ഇ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ വൈറ്റമിൻ ഇയുടെ സ്രോതസ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യ എണ്ണ, അതുപോലെ കുതിർന്ന കടല, ഇതൊക്കെ വൈറ്റമിൻ ഇയുടെ സ്രോതസ്സുകളാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള വൈറ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ കെ ആണ് നോക്കാനുള്ളത്. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. കരളിൻ്റെ ഫങ്ഷനിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. പിന്നെ വൈറ്റമിൻ കെയുടെ പ്രധാന സ്രോതസ്സുകളാണ് ക്യാബേജ്, അതേപോലെ കോളിഫ്ലവർ, അതേപോലെ മുട്ട, അതേപോലെ മത്സ്യം, മാംസം എന്നിവ വൈറ്റമിൻ കെയുടെ മെയിൻ സ്രോതസ്സുകളാണ്. അപ്പോൾ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കരളിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യം, അതേപോലെ മുട്ട, മാംസം, ക്യാബേജ്, കോളിഫ്ലവറിലൊക്കെ കാണപ്പെടുന്നു. പിന്നെ വൈറ്റമിൻ കെയിൽ കാണപ്പെടുന്ന ഒരു രാസവസ്തുവാണ് എന്ത്? പ്രോത്രോംബിൻ. എന്താണ് പ്രോത്രോംബിൻ? വൈറ്റമിൻ കെയിൽ കാണപ്പെടുന്ന ഒരു രാസവസ്തുവാണ് പ്രോത്രോംബിൻ. പിന്നെ കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടും. എന്താണ് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. വൈറ്റമിൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അപ്പോൾ ജീവകം എന്ന പദം ആദ്യമായി സംഭാവന ചെയ്തത് ആരാണ്? കാസിമർ ഫങ്കാണ് ജീവകം എന്ന് പറഞ്ഞ പദം ആദ്യമായിട്ട് സംഭാവന ചെയ്തത്.
കോ എൻസൈം എന്നാണ് ജീവകങ്ങൾ അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ആദ്യം പറഞ്ഞത് വൈറ്റമിൻ എ ആണ് നമ്മൾ പറഞ്ഞത്. വൈറ്റമിൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി കണ്ടെത്തിയ വൈറ്റമിനാണ്. പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി വരുന്ന വൈറ്റമിനാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി വരുന്ന വൈറ്റമിനാണ്. അതേപോലെ പാലിൽ സുലഭമായിട്ടുള്ള വൈറ്റമിനാണ് അല്ലേ. പാലിൽ സുലഭമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അടുത്തത് വൈറ്റമിൻ എ സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ് സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. പിന്നെ നിശാന്തത അതേപോലെ നമ്മുടെ സിറോഫ്താൽമിയ പോലുള്ള രോഗങ്ങൾ ഇതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നു. അടുത്ത വൈറ്റമിൻ ബിയുടെ നമ്മൾ പറഞ്ഞ എന്താണ്? അരിയുടെ തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ്. അമിത മദ്യപാനികൾക്ക് നൽകുന്ന വൈറ്റമിനാണെന്ന് പറഞ്ഞു. പിന്നെ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നത് വൈറ്റമിൻ B2 ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B2 ആണ്. വൈറ്റമിൻ B2 ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അടുത്ത പറഞ്ഞത് ജീവകം സിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ. ജീവകം സിയെക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വൈറ്റമിൻ സിയെക്കുറിച്ച് പറഞ്ഞ പ്രധാന കാര്യങ്ങൾ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന വൈറ്റമിനാണ്. പിന്നെ നാരങ്ങ, ഓറഞ്ച് പോലെയുള്ള സാധനങ്ങളിൽ കാണപ്പെടുന്ന വൈറ്റമിനാണെന്ന് നമ്മൾ പറഞ്ഞു. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായുള്ള വൈറ്റമിനാണ്, ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ വൈറ്റമിനാണെന്ന് പറഞ്ഞു. പാലിൽ കാണപ്പെടാത്ത വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വൈറ്റമിൻ ഡിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ. പിന്നെ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് അധികമൊന്നും ലഭിക്കാത്ത വൈറ്റമിൻ എന്നുള്ള രീതിയിൽ പഠിക്കണം മെയിനായിട്ട്. പിന്നെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. പിന്നെ മത്സ്യ എണ്ണയിൽ കാണപ്പെടുന്നു. അതേപോലെ വേറെ എവിടെ കാണുന്നു? മത്സ്യത്തിൽ മീനെണ്ണ, അതേപോലെ മത്സ്യത്തിൽ. പിന്നെ പാലുൽപ്പന്നങ്ങളിൽ കാണപ്പെടുന്ന വൈറ്റമിനാണ്. ഭക്ഷണങ്ങളിൽ ഇല്ല എന്ന് പറയുമെങ്കിലും അത് ഉദ്ദേശിക്കുന്നത് ഭക്ഷണങ്ങളിൽ ഇല്ല എന്നല്ല, അതിൻ്റെ പ്രധാന സ്രോതസ്സ് സൂര്യനിൽ നിന്നാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ജീവകം ഇ എന്ന് പറയുന്നത് എന്താണ്? നിരോക്സികാരി എന്നാണ് ജീവകം ഇ അറിയപ്പെടുന്നത്. അപ്പോൾ ബ്യൂട്ടി വൈറ്റമിൻ എന്നും വൈറ്റമിൻ ഇ അറിയപ്പെടുന്നു. ഹോർമോണായി കണക്കാക്കുന്ന വൈറ്റമിൻ എന്നും വൈറ്റമിൻ ഇ അറിയപ്പെടുന്നു. അടുത്ത നമ്മൾ പറഞ്ഞ വൈറ്റമിൻ കെയെക്കുറിച്ചാണ്. വൈറ്റമിൻ കെ എന്ന് പറയുമ്പോഴത്തേക്ക് കരളിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. പിന്നെ മുഖ്യ സ്രോതസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ക്യാബേജ് ഉണ്ട്, അതേപോലെ കോളിഫ്ലവർ ഉണ്ട്, പിന്നെ മുട്ടയുണ്ട്, മത്സ്യമുണ്ട്, മാംസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ വൈറ്റമിൻ കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണെന്ത്? പ്രോത്രോംബിൻ അല്ലേ. പ്രോത്രോംബിൻ എന്ന് പറഞ്ഞ രാസവസ്തു കാണപ്പെടുന്ന വൈറ്റമിൻ കെയിലാണ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ അപര്യാപ്തത രോഗങ്ങളോട് നമുക്ക് നോക്കേണ്ടതുണ്ട്. വൈറ്റമിൻ എയുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. B1ൻ്റെ അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറിയാണ്. B1ൻ്റെ അപര്യാപ്തത രോഗം ബെറിയും. B3യുടേത് പെല്ലഗ്ര. അപ്പോൾ B3 അറിയപ്പെടുന്ന ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നാണ്. കാര്യം പെല്ലഗ്ര വരാതിരിക്കാനായിട്ട് B3 ആവശ്യമുണ്ട്. B9ൻ്റെ അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളർച്ചയുണ്ട്. പിന്നെ മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഇത് B9 ആണ്. അപ്പോൾ B1ൻ്റെത് ബെറി, B3 പെല്ലഗ്ര, B9 വിളർച്ച, പിന്നെ മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പോൾ B1ൻ്റെ ഏതാണ്? B1ൻ്റെത് ബെറി, B3യുടെ പെല്ലഗ്ര, B9ൻ്റെത് വിളർച്ച, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് B12ൻ്റെ അപര്യാപ്തത രോഗമാണ്. B12ൻ്റെ അപര്യാപ്തത രോഗം പെർനീഷ്യസ് അനീമിയാണ് കേട്ടോ. അനീമിയാണ് B12ൻ്റെ. വൈറ്റമിൻ സിയുടേത് സ്കർവിയാണ്. വൈറ്റമിൻ ഡിയുടേത് റിക്കറ്റ്സ് ആണ്. എന്താണ്? വൈറ്റമിൻ ഡിയുടേത് റിക്കറ്റ്സ് ഇല്ലെങ്കിൽ കണയാണ് കേട്ടോ. കണ എന്ന് പറഞ്ഞാണ് വൈറ്റമിൻ ഡിയുടേത്. അടുത്തത് വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗം ഏതാണ്? വന്ധ്യതയാണ് കേട്ടോ. വന്ധ്യതയാണ് അപര്യാപ്തത രോഗം. വൈറ്റമിൻ കെയുടേത് രക്തസ്രാവമാണ്. വൈറ്റമിൻ കെ കുറയുവാണെങ്കിൽ ഉണ്ടാകുന്നത് രക്തസ്രാവമാണ്. അപ്പോൾ വൈറ്റമിൻ ഇയുടെ ഏതാണ്? വന്ധ്യത. വൈറ്റമിൻ കെയുടേത് രക്തസ്രാവമാണ് അപര്യാപ്തത രോഗം. അപ്പോൾ ഇത്രയാണ് അപര്യാപ്തത രോഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് നെയിമിങ്ങുകളാണ് പഠിക്കാനുള്ളത്. അപരനാമങ്ങളെന്ന് പറയുന്നത് ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ് കേട്ടോ. B3 ആണ് ആൻറ്റി പെല്ലഗ്ര. കാര്യം വൈറ്റമിൻ B3 കുറയുമ്പോഴാണ് പെല്ലഗ്ര ഉണ്ടാകുന്നത്. വൈറ്റമിൻ B3 ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. പിന്നെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. സൺഷൈൻ വൈറ്റമിൻ, സണ്ണിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അതേപോലെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ ഡി ആണ്. ആൻറ്റി റിക്കറ്റ്സ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഡി തന്നെയാണ്. ആൻറ്റി റിക്കറ്റ്സ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. അതേപോലെ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഇ ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഇ ആണ്.
പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയാഗുലേഷൻ വൈറ്റമിൻ. കൊയാഗുലേഷൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ അല്ല, കെ ആണ്. വൈറ്റമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ. അപ്പോൾ ഇത്രയാണ് വൈറ്റമിൻസിന് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സയൻസ് ക്ലാസ്സുകളും മറ്റ് ക്ലാസ്സുകളൊക്കെ നമുക്ക് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് ഇനിയും നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.